നമ്മളിന്നിവിടെ യൂസ്ഡ് ഓയിൽസിൽ നിന്നും ബയോഡീസൽ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. ആദ്യമായി ആവശ്യമായ സാധനങ്ങളെ പരിചയപ്പെടാം. 1 ലിറ്റർ യൂസ്ഡ് ഓയിൽ. ഈ യൂസ്ഡ് ഓയിൽ അരിക്കാനൊരു അരിപ്പ, പിന്നെ മെത്തനോൾ. ഇത് നമുക്ക് സാധാ കെമിക്കൽ ഷോപ്സിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. നമുക്കിപ്പോൾ വേണ്ടത് 200 ml ആണ്. പിന്നെ സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇത് ഡ്രെയിൻ ക്ലീനർ എന്ന പേരിൽ ഷോപ്പിൽ ലഭിക്കുന്നതാണ്. പിന്നെ നമുക്ക് ടെമ്പറേച്ചർ അളക്കുന്നതിന് വേണ്ടി ഒരു ഡിവൈസ്. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു മൾട്ടിമീറ്ററാണ്. പിന്നെ ഓയിൽ ഇട്ട് വയ്ക്കാനൊരു പാത്രം. ആദ്യം നമുക്ക് ഓയിൽ ഫിൽട്ടർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഓയിൽ ഫിൽട്ടർ ചെയ്തിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ഉള്ളിൽ ഉള്ള വേസ്റ്റ്. ഇനി നമുക്ക് ഈ ഓയിൽ നമുക്ക് ഇത് ചൂടാക്കേണ്ടതുണ്ട്. കാരണം ഇതിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. നമുക്കിത് ചൂടാക്കാം. അപ്പോൾ ഈ എണ്ണയിൽ വെള്ളത്തിൻ്റെ അംശം കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു 100 ഡിഗ്രി സെൽഷ്യസ് അവിടെ ചൂടാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ എത്രയുണ്ട് നോക്കാം. ഇപ്പോൾ 38. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ 100 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ചൂട് ആവാതിരിക്കാനും ശ്രദ്ധിക്കണം. നൂറ് ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വെച്ചാലേ ഇതിനുള്ളിൽ വെള്ളം മൊത്തമായിട്ട് പോവുള്ളൂ. തണുപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് നേരം നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ വയ്ക്കാം. ഹൈഡ്രോക്സൈഡ് 6 ഗ്രാം എടുത്ത് പൊടിച്ച് നമ്മുടെ ഈ ബീക്കറിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ 200 ml മെത്തനോൾ ഒഴിക്കും. 200 ml ആണ് കൊള്ള. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ബീക്കർ എടുത്തത്. നിങ്ങളിത് എന്തെങ്കിലും വെച്ചാൽ അളന്നിട്ട് 200 ml കൃത്യമായി എടുക്കേണ്ടതാണ്. നമുക്കിതിലേക്ക് മെത്തനോൾ ഒഴിക്കുമ്പോൾ കാരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തിരി മാത്രം ഒഴിക്കാൻ പാടുള്ളൂ. കാരണം ഉള്ളിൽ റിയാക്ഷൻ നടന്ന് പുക വരാനുള്ള ചാൻസ് ഉണ്ട്. മൊത്തം കേട്ടോ. ഇനി നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് മൊത്തം ഇത് അലിഞ്ഞ് ചേരുന്നത് വരെ ഇത് സ്റ്റീർ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഈ സൊല്യൂഷൻ നമുക്ക് ചൂടാക്കിയ ഓയിലേക്ക് കുടിക്കാം. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പ്രോസസ്സിൻ്റെ പേര് ട്രാൻസ്എസ്റ്റിഫിക്കേഷനാണ്. ഇത് നടക്കുന്നത് ആ പ്രോസസ്സാണ്. ഇപ്പോൾ കൃത്യമായി ഈ റിയാക്ഷൻ ഫുള്ളായി കംപ്ലീറ്റ് ആവണതിന് ഒരു 24 മണിക്കൂർ നമ്മൾ എവിടെയെങ്കിലും സേഫായി സ്റ്റില്ലായി വയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഒരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. ഇത് സ്റ്റില്ലായി വയ്ക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ഒരു ബക്കറ്റ് വെച്ചുകൊണ്ട് ഇത് മൂടുകയാണ്. അതിനുശേഷം 24 മണിക്കൂറിന് ശേഷം നമുക്ക് എന്തായി നോക്കാം. 24 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമ്മൾ ബയോഡീസൽ റെഡി ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ സ്റ്റേജ് എടുക്കുന്നുണ്ട്. അത് ഒഴിച്ച് മുകൾ ഭാഗം മാത്രം ഈ കുപ്പിയിലാക്കിയിട്ട് അപ്പോൾ അത് നമുക്ക് വാട്ടർ വാഷ് ചെയ്യണം. അപ്പോൾ അത് നമ്മളിപ്പോൾ വാട്ടർ വാഷ് ചെയ്യാൻ പോവാണ്. അതിനായി നമ്മൾ ഈ ബയോഡീസലിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. അതിനുശേഷം വെള്ളം അടിയിലേക്ക് അടിയാൻ വേണ്ടി ഒരു മണിക്കൂർ വെച്ച് സെറ്റ് ചെയ്യാൻ വയ്ക്കണം. അങ്ങനെ നമുക്ക് 4 പ്രാവശ്യം ചെയ്യേണ്ടത്.
മിക്സ് ആവാൻ വേണ്ടി നമ്മൾ ചെറുതായിട്ടൊന്ന് കുലുക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. നമ്മ സെറ്റ് ചെയ്യാൻ പറ്റിയത് ഒരു സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ 2-3 കട്ട ആയിട്ടുള്ളൂ. നമുക്ക് വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് നമ്മളിപ്പോൾ ഇത് പ്യൂരിഫൈ മാറ്റാൻ പോകുന്നുണ്ട്. പക്ഷേ ഇത്ര നേരം കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 1 ലിറ്ററോളം തന്നെ ഡീസൽ കിട്ടും. അപ്പോൾ നമുക്ക് ഇത് മാറ്റാം. ബയോഡീസൽ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വീഡിയോ പെട്ടെന്ന് എടുത്ത് തീർക്കേണ്ട ആവശ്യം കൊണ്ട് നമ്മൾ കുറച്ച് ബയോഡീസൽ മാത്രമേ എടുത്തുള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ച് വേറെ സ്ഥലത്ത് മാറ്റി വയ്ക്കണം. എന്നാലും നമുക്ക് ബാക്കിയുള്ള ബയോഡീസൽ കിട്ടുള്ളൂ. ശരിക്കും 1 ലിറ്ററോളം നമുക്ക് ബയോഡീസൽ കിട്ടേണ്ടതാണ്. പിന്നെ ഇതിൽ നമ്മൾ നേരത്തെ വെള്ളം ആഡ് ചെയ്തിട്ടാണ് ഇത് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വെള്ളം കളയാൻ വേണ്ടി നമുക്കൊന്നും കൂടി ചൂടാക്കി തിളപ്പിക്കാം. അപ്പോൾ നമ്മൾ വേർതിരിച്ച ബയോഡീസൽ ഒന്നും കൂടി ചൂടാക്കുകയാണ് അതിനുള്ളിലത്തെ വെള്ളത്തിൻ്റെ അംശം കളയാൻ വേണ്ടി. പിന്നീട് കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ പാത്രത്തിൻ്റെ ഹൈറ്റ് തീങ്ങ ഒത്തിരി ഇത് വേണം, കാരണം തീ പിടിക്കാണ്ടിരിക്കാം. പിന്നെ നിറയ്ക്കുമ്പോൾ ഫുള്ളായിട്ട് നിറയ്ക്കരുത്, പകുതിയോളം കവാകത്തോളം നിറയ്ക്കാൻ പാടുള്ളൂ. നമുക്കിതിന്ന് ബബിൾസ് വരുമ്പോഴേക്കും നമുക്ക് നിർത്താം, ചൂടാക്കണം. ചൂടാക്കുമ്പോൾ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം, എന്നാലും ഇതിൻ്റെ വെള്ളം അതിലേക്ക് പോകുള്ളൂ. അപ്പോൾ നമ്മൾ ബയോഡീസലിൽ നിന്ന് വെള്ളം മാറ്റിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം ഇതൊരു കളർ പോലെയായി. എല്ലാവരുടെയും കളറ് വ്യത്യാസപ്പെട്ടിരിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം നിങ്ങൾ ഉപയോഗിക്കണ ഓയിലിനനുസരിച്ചിട്ട് കളർ മാറും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു തുണിയിൽ ഒഴിച്ചിട്ട് കത്തിക്കാനാണ് നോക്കുന്നത്. നമ്മൾ ബയോഡീസൽ മുക്കാത്ത ഭാഗം വെറുതെ കത്തിക്കാൻ നോക്കുകയാണ്. കത്തണില്ല. നമുക്ക് ബയോഡീസൽ ഒന്ന് മുക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കൊടുക്കണം. അപ്പോൾ നമ്മൾ ബയോഡീസൽ ഇതിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്കൊന്ന് കത്തിച്ച് നോക്കാം. കണ്ട ഗായ്സ്, കത്തുന്നുണ്ട പെട്ടെന്ന്. നമുക്കൊന്നും കൂടി ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഡീസൽ മുക്കിയിട്ടില്ല. കണ്ട കത്തണമില്ല. നമുക്ക് ഡീസൽ ഒഴിച്ചിട്ട് നോക്കാം. പെട്ടെന്ന് കത്തിപ്പിടിച്ച്